ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ മെലഡി ഓഫ് റെയിൻ എന്നുള്ളതാണ്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കൂട്ടുകാർ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ പാഠഭാഗത്തിലോട്ട് പോവാം. നമ്മുടെ ഈ 5ാമത്തെ യൂണിറ്റിൽ ആദ്യം തന്നെ വരുന്നത് ജേണി ഓഫ് ദി റെയിൻ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം നമുക്കത് പരിചയപ്പെടാം. റെയിൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ. റെയിൻ എന്ന് പറഞ്ഞാൽ മഴയാണ്, ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ തുള്ളികളാണ്. റെയിൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മഴത്തുള്ളികളാണ്. ജേണി ഓഫ് ദി റെയിൻ ഡ്രോപ്പ്, ജേണി എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര, മഴത്തുള്ളിയുടെ യാത്ര എന്നാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയുടെ പേര്. അപ്പോൾ ഇവിടെ ഒരുപാട് മഴത്തുള്ളിയുടെ പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. A tiny raindrops lives in a big fluffy cloud. Now it is coming down to the earth. A big adventure awaits it. Meet the little raindrop. Let's see what happens next. A tiny raindrop lives in a big fluffy cloud. ടൈനി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈനി എന്ന് പറഞ്ഞാൽ ചെറിയ, സ്മോൾ എന്നാണ്. റെയിൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ മഴത്തുള്ളി. ഒരു ചെറിയ മഴത്തുള്ളി ജീവിച്ചിരുന്നു. ലീവ്സ് എവിടെയാണ്? ഇൻ എ ബിഗ് ഫ്ലഫി ക്ലൗഡ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘമാണ്. എ ബിഗ്, വലിയ, ഫ്ലഫി ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മൃദുവായിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള മേഘത്തിൽ ഒരു ചെറിയ മഴത്തുള്ളി ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഫ്ലഫി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള എന്നുള്ളതൊക്കെയാണ്. ഇപ്പം മേഘങ്ങളെയൊക്കെ നമ്മൾ പഞ്ഞിക്കെട്ടായിട്ടൊക്കെ ഉപമിക്കില്ല. അതുപോലെ പഞ്ഞിക്കെട്ട് പോലെ എന്നൊക്കെ പറയുന്നത്, പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഫ്ലഫി ക്ലൗഡ് എന്ന് പറയുന്നത്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള വലിയൊരു ക്ലൗഡിൻ്റെ, മേഘത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ റെയിൻ ഡ്രോപ്പ് ജീവിച്ചിരുന്നു. നൗ ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ ടു ദി എർത്ത്. ഇപ്പോഴെന്താണ്? നൗ, ഇപ്പോൾ എന്താണ്? അത് താഴേക്ക്, ഡൗൺ ടു ദി എർത്ത്, ഭൂമിയിലേക്ക് അത് വരാൻ വേണ്ടി പോവുകയാണ്. എ ബിഗ് അഡ്വെഞ്ചർ അവൈറ്റ്സ് ഇറ്റ്. എ ബിഗ് എന്ന് പറഞ്ഞാൽ വലിയ, അഡ്വെഞ്ചർ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് അറിയാലോ, സാഹസികത. അവൈറ്റ്സ് ഇറ്റ്സ്, അവരെ കാത്തിരിക്കുന്നുണ്ട്. ഒരു മഴത്തുള്ളി എന്താണ്? ഭൂമിയിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു വലിയ സാഹസികത തന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. മീറ്റ് ദ ലിറ്റിൽ റെയിൻ ഡ്രോപ്പ്. നമുക്ക് എന്താണ്? മീറ്റ് ദ ലിറ്റിൽ റെയിൻ ഡ്രോപ്പ്, ആ ഒരു ചെറിയ റെയിൻ ഡ്രോപ്പിനെ ഒന്ന് പരിചയപ്പെടാം. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. നമുക്ക് നോക്കാം എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ കണ്ടോ? റെയിൻ ഡ്രോപ്പിൻ്റെ പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. റെഡി സെറ്റ് ഗോ. I am a raindrop. I live in a cloud. One day I saw a flash of lightning across the sky. Suddenly I heard a loud boom. I was so scared. Get ready to go, little raindrops. The thunder rumbled. A grand adventure awaits you. I felt so excited. I had never been outside the cloud before. I am a raindrop. ഞാനൊരു മഴത്തുള്ളിയാണ്. ഐ ലിവ് ഇൻ എ ക്ലൗഡ്. ഞാനൊരു മേഘത്തിലാണ് താമസിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? വൺ ഡേ, ഒരു ദിവസം. ഐ സോ എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് അക്രോസ് ദി സ്കൈ. ഐ സോ, ഒരു ദിവസം ഞാൻ കണ്ടു. എന്താ കണ്ടത്? എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്. ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ മിന്നലിനെയാണ്, മിന്നൽ പിളരിനെയാണ് പറയുന്നത്. എങ്ങനെയാണ്? അക്രോസ് ദി സ്കൈ, ആകാശത്തിന് കുറുകെ ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്, മിന്നലിനെ ഞാൻ കണ്ടു. സഡൻലി ഐ ഹിയർഡ് എ ലൗഡ് ബൂം. ഐ വാസ് സോ സ്കെയർഡ്. സഡൻലി, പെട്ടെന്ന്. ഐ ഹിയർഡ്, ഞാൻ കേട്ടു. എന്താണ്? എ ലൗഡ് ബൂം, വളരെ ഉച്ചത്തിൽ. ബൂം എന്ന് പറയുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്തായിരിക്കാം? ഇടിയുടെ മുഴക്കത്തിനെ ആയിരിക്കാം പറയുന്നത്. നമുക്ക് നോക്കാം. ഐ വാസ് സോ സ്കെയർഡ്. ഞാൻ എന്താണ്? വളരെയധികം എന്താണ്? പേടിച്ചു പോവാണ്. ബൂം എന്നുള്ള ശബ്ദം കേട്ടപ്പം വളരെയധികം പേടിച്ചു. ഗെറ്റ് റെഡി ടു ഗോ, ലിറ്റിൽ റെയിൻ ഡ്രോപ്സ്. ദ തണ്ടർ റംബിൾഡ്. തണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടിയാണ് കേട്ടോ. ഇടിയുടെ ശബ്ദമാണ് തണ്ടർ. റംബിൾഡ് എന്ന് പറഞ്ഞാൽ ഇടി ഇങ്ങനെ ആ ഒരു മുഴക്കം ഉണ്ടാവില്ല, ഇരമ്പി വരുന്നത്, അതിനെയൊക്കെയാണ് റംബിൾഡ് എന്നുള്ള വേർഡിൻ്റെ മീനിങ്. മുഴങ്ങുക, ഇരമ്പുക എന്നുള്ളതാണ്. അപ്പോൾ ഇടിയുടെ മുഴക്കമാണ് ഇവിടെ പറയുന്നത്. ഗെറ്റ് റെഡി ടു ഗോ, ലിറ്റിൽ റെയിൻ ഡ്രോപ്സ്. പെട്ടെന്ന് പോകാൻ റെഡി ആയിക്കോളൂ റെയിൻ ഡ്രോപ്സ് എന്ന് ആര് പറയാണ്? ഇടി പറയാണ് അല്ലേ? തണ്ടർ റംബിൾഡ് പറയുവാണ്. എ ഗ്രാൻഡ് അഡ്വെഞ്ചർ അവൈറ്റ്സ് യു. ഒരു വലിയ സാഹസികത നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഐ ഫെൽറ്റ് സോ എക്സൈറ്റഡ്. എന്താണ്? ഐ ഫെൽ സോ എക്സൈറ്റഡ്. റെയിൻ ഡ്രോപ്പ് പറയുകയാണ്, എനിക്ക് എന്താണ് വളരെയധികം എക്സൈറ്റഡ് ആണ് ഞാൻ. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഇരിക്കുവാണ്.
ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് ദ ക്ലൗഡ് ബിഫോർ. എന്തുകൊണ്ടാണ് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്? ഇതിന് മുന്നേ ഒരിക്കൽ പോലും എന്താണ് ഈ ഒരു റെയിൻ ഡ്രോപ്പ് ക്ലൗഡിന് പുറത്തേക്ക് അല്ലേ ആ ഒരു ക്ലൗഡിന് മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. അപ്പം താഴേക്ക് ഭൂമിയിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് ഇനി ആ ഒരു അഡ്വഞ്ചറായിട്ട് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ. എന്താണ് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ വലിയ സാഹസികത. ഹോ വാട്ട്സ് ദാറ്റ് ക്രൈഡ് ഓൾ ദ റെയിൻ ഡ്രോപ്സ്. പെട്ടെന്ന് ഹോ വാട്ട്സ് ദാറ്റ് എന്താണത്? ക്രൈഡ് ഓൾ ദ റെയിൻ ഡ്രോപ്സ്. എല്ലാ റെയിൻ ഡ്രോപ്സും കൂടെ, എല്ലാ മഴത്തുള്ളികളും കൂടെ പെട്ടെന്ന് ചോദിക്കുകയാണ് എന്താണത്? എ ഷാർപ്പ് ലൈറ്റ് പിയേഴ്സ് ദ ക്ലൗഡ്. ഒരു ഷാർപ്പായിട്ടുള്ള ലൈറ്റ് പിയേഴ്സ് ദ ക്ലൗഡ്. ആ ഒരു മേഘത്തിൻ്റെ ഉള്ളിലേക്ക് തുറിച്ച് കയറുകയാണ്. പിയേഴ്സ് ദ ക്ലൗഡ്, മേഘത്തിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ എന്തായിരിക്കും ആ ഷാർപ്പ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മിന്നലായിരിക്കാം. ഈച്ച് ഡ്രോപ്പ് വാസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദി ക്ലൗഡ്. ആ ഒരു ലൈറ്റ് ആ ഒരു ക്ലൗഡിനുള്ളിലേക്ക് കയറിയപ്പോൾ എന്താ? ഈച്ച് ഡ്രോപ്പ്, എല്ലാ തുള്ളികളും അല്ലേ, ഓരോ തുള്ളികളും വാസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദി ക്ലൗഡ്. ആ ഒരു പുഷ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളുക എന്നുള്ളതാണ്. ആ ഒരു മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായി? പുറത്തേക്ക് തള്ളി. ഐ ടു ലീപ്ഡ് വിത്ത് ദം. ഞാനും എന്തായി? ആ ഒരു ചെറിയ മഴത്തുള്ളി പറയാം, ഞാനും എന്തായി? ഐ ടു ലീപ്ഡ് വിത്ത് ദം. എല്ലാ റെയിൻ ഡ്രോപ്സിൻ്റെ കൂടെ ഞാനും എന്താണ്? പുറത്തേക്ക് ചാടി. ലീപ്ഡ് എന്ന് പറഞ്ഞാൽ ചാടുക എന്നുള്ള മീനിങ് ആണ്. ഡൗൺ ആൻഡ് ഡൗൺ. താഴേക്ക് താഴേക്ക്. വി ആർ ഫോളിങ് ടുഗദർ. അവരെല്ലാവരും കൂടെ അല്ലേ, എല്ലാ മഴത്തുള്ളികളും താഴേക്ക് താഴേക്ക്. ഫോളിങ് ടുഗദർ, ഒരുമിച്ച് വീണുകൊണ്ടിരിക്കുകയാണ്. വി ലോഫ്ഡ് ആൻഡ് ഷൗട്ടഡ്. വാട്ട് ഫൺ. വി ലോഫ്ഡ് ആൻഡ് ഷൗട്ടഡ്. അപ്പം ആ ഒരു മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യമായിട്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത്. അപ്പം പുറത്തേക്ക് എത്തുന്ന സമയത്ത് അവരെന്താണ്? ഉറക്കെ ചിരിച്ചിട്ട് അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ഉറക്കെ പറയാണ് അല്ലേ, ഭയങ്കര സന്തോഷത്തിലാണ്, എക്സൈറ്റഡ് ആണ്, ചിരിച്ചുകൊണ്ട് പറയാണ് വാട്ട് ഫൺ. എന്താണ്? സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു ശബ്ദമാണ്. വാട്ട് ഫൺ. എന്ത് രസമാണ് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഭാഗം നോക്കാം. ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇമേജസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റോറിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരെല്ലാവരും അതൊക്കെ ഒന്ന് നല്ലോണം നോക്കുക. അടുത്ത ഭാഗം നോക്കാം. ദ റെയിൻബോ. റെയിൻബോ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ, മഴവില്ലിനെയാണ് റെയിൻബോ എന്ന് പറയുന്നത്. ഫ്രം ഹൈ അപ്പ് ഇൻ ദ സ്കൈ വി സോ ദ വേൾഡ് ബിലോ. ഫ്രം ഹൈ അപ്പ് ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്ന് അല്ലേ, വളരെ ഉയരത്തിലാണ്, ആകാശത്തിൻ്റെ വളരെ ഉയരത്തിൽ നിന്ന് തന്നെ. വി സോ ദി വേൾഡ് ബിലോ. താഴെയുള്ള വേൾഡ്, ലോകത്തെ അവർ കാണുവാണ്. കാരണം മേഘത്തിൽ നിന്ന് അവർ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്, ഭൂമിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ഉയരത്തിൽ നിന്ന് തന്നെ അവർ വേൾഡിനെ അല്ലേ, ലോകത്തെ കാണുവാണ്. വി വർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ. അവരിങ്ങനെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? വി വർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ. അവർ എർത്തായിട്ട് അല്ലേ, ഭൂമിയിലേക്ക് അടുത്തടുത്ത് ക്ലോസറായിട്ട് അടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ദ ട്രീസ് സ്പ്രെഡ് ദെയർ ലീഫി ആംസ്. ദ ട്രീസ്, അവർ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? ദ ട്രീസ് എന്ന് പറഞ്ഞാൽ മരങ്ങൾ. സ്പ്രെഡ് ദെയർ ലീഫി ആംസ്. എന്താണ്? അവരുടെ കൈകളാകുന്ന ഇലകൾ അല്ലേ, ലീഫി ആംസ് എന്ന് പറഞ്ഞാൽ ഇലകളാണ് ഇവിടെ ആംസ്, കൈകളായിട്ട് പറയുന്നത്. ആ ഇലകളാകുന്ന കൈകൾ ഒക്കെ വിടർത്തിയിട്ട് മഴയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു റെയിൻ ഡ്രോപ്സിനെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ദ ഫ്ലവേഴ്സ് വേവ്ഡ് ജെന്റ്ലി. ഫ്ലവേഴ്സോ, പൂക്കളൊക്കെ എന്താ ചെയ്യുന്നത്? വേവ്ഡ് ജെന്റ്ലി. വേവ്ഡ് എന്ന് പറഞ്ഞാൽ ആടുക എന്നുള്ളതാണ്. ജെന്റ്ലി എന്ന് പറഞ്ഞാൽ മൃദുവായിട്ട് മെല്ലെ എന്താണ്? വേവ്ഡ്, ഇളകി നിൽക്കുന്നുണ്ട്, ആടുന്നുണ്ട്. ദ ബേർഡ്സ് ഫ്ലൂ ഫ്ലട്ടറിങ് ദെയർ വിങ്സ്. ദ ബേർഡ്സ് ഫ്ലൂ, പക്ഷികളൊക്കെ പറക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഫ്ലട്ടറിങ് ദെയർ വിങ്സ്. അവയുടെ ചിറകിട്ടടിച്ചിട്ട് പക്ഷികളൊക്കെ പറക്കുന്നുണ്ട്. എവരി വൺ റാൻ ടു എസ്കേപ്പ് ഫ്രം ദ റെയിൻ. എല്ലാവരും എന്താ ചെയ്യുന്നത്? റാൻ, ഓടുകയാണ്. എന്തിന്? ടു എസ്കേപ്പ് ഫ്രം ദി റെയിൻ. എസ്കേപ്പ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് രക്ഷപ്പെടുക എന്നുള്ളതാണ്. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓടുകയാണ്. ബട്ട് എ ഫാമർ ലുക്ക്ഡ് അപ്പ് വിത്ത് ഹോപ്പ്. പക്ഷേ എന്താണ്? എ ഫാമർ എന്ന് പറഞ്ഞാൽ കർഷകൻ. ലുക്ക്ഡ് അപ്പ്, മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് നോക്കുന്നത്? വിത്ത് ഹോപ്പ്. ഒരു കർഷകൻ മാത്രം എന്താണ്? മുകളിലേക്ക്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ്. വി വർ ഫ്ലൈയിങ്. അവരെല്ലാവരും എന്താണ്? ഒരുമിച്ച് ഇങ്ങനെ പറന്ന് വരുവാണ് അല്ലേ, റെയിൻ ഡ്രോപ്സ് എല്ലാവരും കൂടെ വരുവാണ്. ഐ എൻജോയ്ഡ് ദ വിൻസ് പ്ലേഫുൾ ഡാൻസ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഇതൊക്കെ ആരാ പറയുന്നത്? ആ ഒരു ലിറ്റിൽ റെയിൻ ഡ്രോപ്പ് പറയുവാണ്. ഐ എൻജോയ്ഡ് ദ വിൻസ് പ്ലേഫുൾ ഡാൻസ്. ആ ഒരു കാറ്റ്, മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കാറ്റുണ്ടായിരിക്കും. അപ്പോൾ എന്താണ്? ആ ഒരു കാറ്റിൻ്റെ പ്ലേഫുൾ ഡാൻസ്, കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതിലൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ആര് വരികയാണ്? ഈ റെയിൻ ഡ്രോപ്സ് വരുവാണ്.
സൺബീംസ് ഷോൺ ത്രോ ആസ്. എന്താണ് സൂര്യൻ്റെ പ്രകാശം, സൂര്യകിരണങ്ങൾ അല്ലെങ്കിൽ എന്താണ് സൂര്യരശ്മികളൊക്കെ സൺബീംസ്, ആ ഒരു വേർഡിൻ്റെ മീനിങ് അതാണ്, സൂര്യകിരണങ്ങൾ, സൂര്യരശ്മികൾ. ഷോൺ തിളങ്ങി, എന്തിലൂടെ? ത്രോ ആസ്, ആ റെയിൻ ഡ്രോപ്സിൻ്റെ ഉള്ളിലൂടെ ഈ സൂര്യരശ്മികൾ തിളങ്ങാൻ തുടങ്ങി. ഇറ്റ് മെയ്ഡ് ആസ് ബ്രൈറ്റ് ആൻഡ് കളർഫുൾ. അപ്പോൾ എന്താണ് ഈ ഒരു റെയിൻ ഡ്രോപ്പിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു സൺബീംസ് വരുന്ന സമയത്ത് എന്താണ് ഉണ്ടായത്? ഇറ്റ്സ് മെയ്ഡ് ആസ് ബ്രൈറ്റ് ആൻഡ് കളർഫുൾ. ഭയങ്കര ബ്രൈറ്റായി കളർഫുള്ളായിട്ട് അത് തിളങ്ങാൻ തുടങ്ങി. റെഡ്, ബ്ലൂ, ഗ്രീൻ, എന്തൊക്കെ കളറാണ്? റെഡ്, ബ്ലൂ, ഗ്രീൻ കളറായിട്ട് അത് തിളങ്ങാൻ തുടങ്ങി. ബ്രൈറ്റായിട്ട് കളർഫുള്ളായിട്ട് വന്നു. ചിൽഡ്രൻ ലുക്ക്ഡ് അപ്പ് ആൻഡ് ഷൗട്ടഡ്. കുട്ടികളൊക്കെ എന്താണ് അത് നോക്കുവാണ്, എന്നിട്ട് ഷൗട്ടഡ്, ഉറക്കെ വിളിച്ചു പറയാണ്. എന്തായിരിക്കും എന്ന് മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്. റെയിൻ ഡ്രോപ്സിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു സൺബീംസ് കടന്നു പോകുമ്പോൾ എന്തുണ്ടായിരിക്കും? റെയിൻബോ ഉണ്ടായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ സന്തോഷത്തോട് കൂടിയിട്ടില്ലേ, ചിൽഡ്രൻ ലുക്ക്ഡ് അപ്പ് ആൻഡ് ഷൗട്ടഡ്, ഉറക്കെ വിളിച്ചു പറയുവാണ് റെയിൻബോ റെയിൻബോ, എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടില്ലേ, അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് വിളിച്ചു പറയാണ് മഴവില്ല് മഴവില്ല് എന്ന് അവർ വിളിച്ചു പറയുകയാണ്. അടുത്ത ഭാഗത്ത് ഒരു കാറ്റ് അല്ലേ, മഴ എന്താണ്, മഴത്തുള്ളികളൊക്കെ താഴെ എത്തിയിട്ടുണ്ട്, ഒരു പൂച്ചയൊക്കെ കാണുന്നുണ്ട്, നമുക്ക് നോക്കാം. ദ ആംഗ്രി കാറ്റ്. ആംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യം എന്നുള്ളതാണ് കേട്ടോ. പൂച്ചയുടെ ഒരു ദേഷ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസ് ഒന്നല്ല ആ ഒരു കാറ്റിന് അവിടെ ഉള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. വാവ്, ആദേ വെൽക്കമിങ് ആസ്, വി വർ വെരി എക്സൈറ്റഡ്. വാവ്, ആദേ വെൽക്കമിങ് ആസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ കണ്ടൂലേ ട്രീ ഒക്കെ എന്താണ് ഇലയൊക്കെ തുറന്നു പിടിച്ച് സ്വീകരിക്കുന്നുണ്ട്, പൂക്കൾ മഴയെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ജെന്റ്ലി ആയിട്ട് അല്ലേ, തലയൊക്കെ ആട്ടിയിട്ട് ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ കർഷകൻ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്നുണ്ട്. കുട്ടികൾ റെയിൻബോ കണ്ട സന്തോഷത്തിൽ വിളിച്ച് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു റെയിൻ ഡ്രോപ്പ് പറയാണ് വാവ് ആദേ വെൽക്കമിങ് ആസ്, അവരെല്ലാവരും ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുകയാണോ? വി വർ വെരി എക്സൈറ്റഡ്, ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. എ ബ്രൗൺ കാറ്റ് ഹിഡ് അണ്ടർ എ ട്രീ ലുക്കിംഗ് പസിൽഡ്. എ ബ്രൗൺ കാറ്റ്, ഒരു ബ്രൗൺ നിറത്തിലുള്ള ഒരു കാറ്റ്. ഹിഡ് എന്ന് പറഞ്ഞാൽ ഒളിച്ചിരുന്നു. എവിടെയാണ്? അണ്ടർ എ ട്രീ, ഒരു മരത്തിൻ്റെ ചുവടലെ ഒരു കാറ്റ്, ബ്രൗൺ നിറത്തിലുള്ളൊരു കാറ്റ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട്. ലുക്കിംഗ് പസിൽഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിട്ട്. അപ്പം മഴയാണല്ലേ, അപ്പം മഴ പെയ്യുമ്പോൾ ആ ഒരു കാറ്റ് ആ മരത്തിൻ്റെ അടിയിൽ എന്താണ്? പസിൽഡ് എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ മീനിങ് കൺഫ്യൂസ്ഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. At last, I landed on the cat with a soft splat. At last, അവസാനം I landed, ആ മഴത്തുള്ളി എന്താണ്? I landed, എത്തിച്ചേർന്നു. എവിടെയാണ്? On the cat with a soft splat. സ്പ്ലാറ്റ് എന്ന് പറഞ്ഞാൽ മഴത്തുള്ളികൾ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദത്തിനെയാണ് സ്പ്ലാറ്റ് എന്ന് പറയുന്നത്. അവസാനം എവിടെയാണ് ഈ മഴത്തുള്ളി വന്ന് പതിച്ചത്? പതിച്ചത് എവിടെയാണ്? ആ കാറ്റിൻ്റെ മേലാണ് അല്ലേ, കാറ്റിൻ്റെ സോഫ്റ്റ് സ്പ്ലാറ്റ്, മൃദുവായിട്ട് ആ ഒരു കാറ്റിൻ്റെ മേലാണ് വന്ന് പതിച്ചത്. ഇറ്റ് ഷൂക്ക് ഇറ്റ്സ് ഫർ ആംഗ്രിലി. ഇറ്റ് ഷൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കുടഞ്ഞു കളയുക എന്നാണ് ഷൂക്ക് എന്നുള്ള വേർഡിൻ്റെ മീനിങ്. ഇറ്റ്സ് ഫർ ആംഗ്രിലി. ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? രോമങ്ങൾ. അപ്പോൾ എന്താണ് ഈ ഒരു മഴത്തുള്ളി വന്ന് വീണ സമയത്ത് എന്താ ഇത്? പൂച്ച എന്താണ്? ആംഗ്രിലി, ദേഷ്യത്തോട് കൂടിയിട്ട് അത് കുടഞ്ഞു കളഞ്ഞു. ഐ ഫെൽ ഓൺ ദി സോയിൽ വിത്ത് എ ഷാർപ്പ് സ്പ്ലാഷ്. ഐ ഫെൽ ഓൺ ദി സോയിൽ, ആ കാറ്റ് അത് കുടഞ്ഞ സമയത്ത് എന്തായി? ഫെൽ ഓൺ ദി സോയിൽ, ആ ഒരു മഴത്തുള്ളി എവിടെ പോയി വീണു? സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് തെറിച്ച് വീഴുകയാണ്, മണ്ണിൽ പോയി വീഴുവാണ്. എ ഷാർപ്പ് സ്പ്ലാഷ് എന്താണ്? ആ ഒരു മഴത്തുള്ളി വീഴുന്ന ഒരു ശബ്ദം തന്നെയാണ് പറയുന്നത്, മണ്ണിൽ പോയിട്ട് വീഴുവാണ്. ഐ ഫെൽ ദ ഫ്രഷ് വാം ടച്ച് ഓഫ് ദി സോയിൽ. ആ സമയത്തോ ആ ഒരു മണ്ണിലേക്ക് വീഴുന്ന സമയത്ത്, സോയിലിലേക്ക് വീഴുന്ന സമയത്ത് ഐ ഫെൽ ദ ഫ്രഷ് ആയിട്ടുള്ള പുതുമയുള്ള വാം ടച്ച് ഓഫ് ദി സോയിൽ. അപ്പോഴാണ് എന്താണ്? വാം എന്ന് പറഞ്ഞാൽ ഊഷ്മളമായിട്ടുള്ള ആ മണ്ണിൻ്റെ ഒരു സാമീപ്യം, അല്ലെങ്കിൽ ആ ഒരു മണ്ണിനെ ഒന്ന് തൊട്ട ഒരു ഫീൽ ആര് അറിയുകയാണ്? ദ റെയിൻ ഡ്രോപ്പ് അറിയുകയാണ്. വാട്ട് എ പ്ലസൻറ്റ് സ്മെൽ. അപ്പോൾ എന്താ പറയുന്നത്? വാട്ട് എ പ്ലസൻറ്റ് സ്മെൽ, എന്തൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്, മണമാണ്. ഹൗ റിഫ്രഷിങ് ഇറ്റ് ഈസ്, എന്തൊരു പുതുമയുള്ള റിഫ്രഷിങ് ആണ് ഇത്. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ടൈമാണ് അല്ലേ മഴത്തുള്ളി മണ്ണിൽ വന്ന് വീഴുന്ന സമയത്ത് ആ ഒരു മണ്ണിനെ, സോയിലിനെ ടച്ച് ചെയ്യുമ്പോൾ ആ ഊഷ്മളമായിട്ടുള്ള ആ ഒരു ടച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ കൂടെ എന്താണ്? റെയിൻ ഡ്രോപ്പ് ഭയങ്കര ഹാപ്പിയാണ്. തേഴ്സ്റ്റി റൂട്ട്സ്. തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ ദാഹമാണല്ലേ, തേഴ്സ്റ്റി. റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരുകൾ എന്നാണ്. അപ്പോൾ വേരുകളുടെ ഒരു ദാഹമാണ്. നമുക്ക് നോക്കാം. സം ഓഫ് മൈ ഫ്രണ്ട്സ് ലാൻഡഡ് ഓൺ ദി ലീവ്സ്.
സം ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ ചില കൂട്ടുകാർ ലാൻഡഡ് ഓൺ ദി ലീവ്സ്, എവിടെയാണ് വന്ന് പതിച്ചത്? ഇലകളിലാണ് വന്ന് പതിച്ചത്. അതേഴ്സ് ജെന്റ്ലി കിസ് ദ ഫ്ലവേഴ്സ്, മറ്റുള്ളവരോ കുറച്ച് പേര് ഇലകളിൽ വന്ന് പതിച്ചു, കുറച്ച് പേരൊക്കെ എന്താണ് കിസ് ദ ഫ്ലവേഴ്സ്, എന്താണ് പൂക്കളിലെ കിസ് ചുംബിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് പൂക്കളിലാണ് വന്ന് പതിച്ചത്. സം സ്പ്ലാഷ്ഡ് ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് ഫോംഡ് ടൈനി പെഡിൽസ്. സം സ്പ്ലാഷ്ഡ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തോടെ, വളരെ ശബ്ദത്തോടെ ഇവിടെ വന്ന് പതിച്ചു, ഗ്രൗണ്ടിൽ, അതായത് എർത്തിൽ, ഭൂമിയിൽ വന്ന് പതിക്കുകയാണ്. എന്നിട്ടോ ആൻഡ് ഫോംഡ് ടൈനി പെഡിൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ വെള്ളക്കെട്ട്, ഇങ്ങനെ മഴത്തുള്ളികൾ, വെള്ളം വന്ന് ഇങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ വന്ന് പതിക്കുമ്പം ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കില്ലേ, അതിനെയാണ് പറയുന്നത്. അപ്പം എന്താണ് കുറച്ച് മഴത്തുള്ളികളിലെ റെയിൻ ഡ്രോപ്സ് എന്ത് ചെയ്തു? സ്പ്ലാഷ്ഡ്, ശബ്ദത്തോട് കൂടിയിട്ട് ഗ്രൗണ്ടിൽ വന്ന് പതിച്ചു. എന്നിട്ടോ ഫോംഡ് ടൈനി പെഡിൽസ്, ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ പോലെ ഫോം ചെയ്തു. ഐ സീപ്ഡ് ഇൻ ടു ദ സോയിൽ. സീപ്ഡ് എന്ന് പറഞ്ഞാൽ ഊറിപ്പോവുക അല്ലെങ്കിൽ അരിച്ചിറങ്ങുക എന്നുള്ളൊരു മീനാണ് സീപ്ഡ്. ഐ സീപ്ഡ് ഇൻ ടു ദി സോയിൽ, ഞാൻ മണ്ണിലൂടെ എന്താ ചെയ്യുന്നത്? അരിച്ചിറങ്ങി. എങ്ങോട്ടേക്ക്? ട്രിക്ലിംഗ് ഡൗൺ ആൻഡ് ഡൗൺ. ട്രിക്ലിംഗ് എന്ന് പറഞ്ഞാൽ തുള്ളി തുള്ളിയായിട്ട്, അതായത് മെല്ലെ മെല്ലെ, ഡൗൺ ആൻഡ് ഡൗൺ, താഴേക്ക്, മണ്ണിലൂടെ ഉള്ളിലേക്ക് എന്താണ്? അരിച്ചിറങ്ങി. ദ തേഴ്സ്റ്റി റൂട്ട്സ് ഓഫ് പാഡി വേർ സെർച്ചിങ് ഫോർ വാട്ടർ. ദ തേഴ്സ്റ്റി റൂട്ട് എന്ന് പറഞ്ഞാൽ ദാഹിച്ച് നിൽക്കുന്ന വേരുകൾ, എവിടുത്തെയാണ്? ഓഫ് പാഡി, നെൽവയലുകളിലല്ലേ, വയലുകളിലുള്ള റൂട്ട്സ്. വേർ സെർച്ചിങ് ഫോർ വാട്ടർ, എന്തിനു വേണ്ടിയിട്ട്? വെള്ളം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ. ആ ഒരു പാഡിയിലുള്ള റൂട്ട്സൊക്കെ ദാഹിച്ചിട്ട് എന്താണ്? വെള്ളം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് എ ടെൻഡർ ടച്ച്, ഐ വാസ് വെയിറ്റിംഗ് ഫോർ വാട്ടർ, എ റൂട്ട് സൈഡ്. വാട്ട് എ ടെൻഡർ ടച്ച്, എന്തൊരു തൻ്റെ മൃദുവായിട്ടുള്ള ഒരു ടച്ച്, സ്പർശമാണ്. വെള്ളം ഇറങ്ങി വന്ന സമയത്ത് പറയാണ്, എന്തൊരു മൃദുവായിട്ടുള്ള ഒരു സ്പർശമാണ്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ വാട്ടർ, ഞാൻ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എ റൂട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിടുക, ദീർഘശ്വാസം ഇടുക. അപ്പോൾ അവരെന്താണ്? വെള്ളത്തിന് വേണ്ടിയിട്ട് അത്രയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ മഴ പെയ്ത് വെള്ളം ഭൂമിക്കടിയിലേക്ക്, സോയിലിനുള്ളിലേക്ക് അരിച്ചിറങ്ങിയ സമയത്ത് പാഡിയിലുള്ള ഒരു റൂട്ട്സ് പറഞ്ഞതാണ് വാട്ട് എ ടെൻഡർ ടച്ച്, എന്താണ്? ദാഹിച്ചിരിക്കുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു തുള്ളിയാണല്ലേ. അപ്പോൾ അവർ പറയാണ്, എന്തൊരു മൃദുവായിട്ടുള്ള ഒരു ഇതാണ്, ടച്ചാണ്, സ്പർശമാണ്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ വാട്ടർ, ഞാൻ വെള്ളത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത് സന്തോഷത്തോട് കൂടിയിട്ട് പറയാണ്. എന്നിട്ട് റൂട്ട് സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ദീർഘശ്വാസം എന്നുള്ളൊരു മീനിങ് ആണ്. അടുത്ത ഭാഗത്തിൻ്റെ പേരെന്താണ്? ദ റൈസ് ഓഫ് ദി റെയിൻ ഡ്രോപ്പ്. ദ മോർണിംഗ് കെയിം, എന്താണ്? രാവിലെ ആയില്ലേ, പ്രഭാതമാണ്. ദ സൺ ഷോൺ ഹോട്ട് ആൻഡ് ബ്രൈറ്റ്, രാവിലെ ആകുമ്പോൾ എന്താണ്? സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ദ സൺ ഷോൺ ഹോട്ട് ആൻഡ് ബ്രൈറ്റ്, സൂര്യൻ എങ്ങനെയാണെന്ന് പറഞ്ഞത്? ഷോൺ, നല്ല തിളങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ്? ഭയങ്കര ഹോട്ടാണ് അല്ലേ. സൂര്യൻ്റെ ചൂടൊക്കെ, രാവിലത്തെ ആ വെയിലിൻ്റെ ഒരു ഉദിപ്പും സൂര്യൻ്റെ ചൂടൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വി ഫെൽറ്റ് സംതിങ് സ്ട്രേഞ്ച്, എന്താണ്? ഞങ്ങൾക്ക് എന്തോ സംതിങ് സ്ട്രേഞ്ച് ആയിട്ട്, എന്തോ ഒരു അപരിചിതമായ എന്തോ ഒരു ഇതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഹേ ഹൂ ഈസ് പുള്ളിങ് ആസ് ഫ്രം എബോവ്, ഐ വണ്ടേർഡ്. ഹേ ഹൂ ഈസ് പുള്ളിങ് ആസ് ഫ്രം എബോവ്, ആരാണ് ഞങ്ങളെ മുകളിലേക്ക് വലിക്കുന്നത്? ഐ വണ്ടേർഡ്, എന്താണ്? ഞാൻ അത്ഭുതപ്പെടുകയാണ്. അങ്ങനെ ഒരു സംഭവമൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് ഞങ്ങളെ മുകളിലേക്ക് വലിക്കുന്നത്? സ്ലോലി വി ഡ്രിഫ്റ്റഡ് അപ്വാർഡ്സ്, പതുക്കെ, വി ഡ്രിഫ്റ്റഡ് അപ്വാർഡ്സ്, അവരെന്താണ്? പതുക്കെ മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ് അല്ലേ. വി ബിഗാൻ ടു ഫ്ലോട്ട് ഹയർ ആൻഡ് ഹയർ. വി ബിഗാൻ ടു ഫ്ലോട്ട്, എന്താണ്? അവർ താഴേക്ക് വന്നതുപോലെ തന്നെ അവരെന്താണ്? ആരോ പെട്ടെന്ന് മുകളിലേക്ക് അല്ലേ, ഹയർ ആൻഡ് ഹയർ, മുകളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഐ ലുക്ക് ഡൗൺ അറ്റ് ദി ഫീൽഡ് ബിലോ. ഐ ലുക്ക് ഡൗൺ, എന്താണ്? ആ പോകുന്ന വഴിക്ക് താഴേക്ക്, ഞാൻ താഴേക്ക്, ആര് താഴേക്ക് നോക്കി? റെയിൻ ഡ്രോപ്പ് താഴേക്ക് നോക്കുവാണ്. അറ്റ് ദ ഫീൽഡ് ബിലോ, താഴേക്ക് നോക്കി. ദ എർത്ത് വാസ് ഗെറ്റിംഗ് സ്മോളർ, ഉയരത്തിലേക്ക് പോകും തോറും എന്താ സംഭവിക്കുന്നത്? എർത്തിലേക്ക്, ഭൂമിയിലേക്ക് നോക്കുമ്പം ഭൂമി എന്താണ്? ചെറുതായിട്ട്, സ്മോളറായിട്ട്, ചെറുതായിട്ട് തോന്നുവാണ്. ദ റിവേഴ്സ് ലുക്ക് ലൈക്ക് എ സിൽവർ ത്രെഡ്സ്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പുഴകൾ എങ്ങനെയാണ് കാണുന്നത്? ലുക്ക് ലൈക്ക് സിൽവർ ത്രെഡ്സ്, വെള്ളി നൂല് പോലെ അല്ലേ, വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നത്. പുഴകളിലുള്ള ഒഴുക്കിനെ എങ്ങനെയാണ് നല്ല ഉയരത്തിലേക്ക് പോകുമ്പോൾ റെയിൻ ഡ്രോപ്സ് കാണുന്നത്? സിൽവർ ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ നൂല്, വെള്ളി നൂലുകൾ പോലെ കാണുവാണ്. ദ ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ് ലുക്ക് ലൈക്ക് എ ഗ്രീൻ കാർപ്പറ്റ്. ഫീൽഡ്സ്, വയലുകളും അതുപോലെ തന്നെ ഗാർഡൻസും, പൂന്തോട്ടങ്ങളും, അതുപോലെ തന്നെ പ്ലാന്റ്സും, ചെടികളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ലുക്ക് ലൈക്ക് എ ഗ്രീൻ കാർപ്പറ്റ്. മുകളിലേക്ക് പോകുമ്പം ഇതൊക്കെ എന്താണ്? ഗ്രീൻ കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ പരവതാനി, ഒരു പച്ച പരവതാനി വിരിച്ച പോലെയാണ് റെയിൻ ഡ്രോപ്പ് കാണുന്നത്.
ദ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചു വരവ്. ഐ ഫീൽ സാഡ് ടു ലീവ് മൈ ന്യൂ ഫ്രണ്ട്സ്, വി ഹാഡ് സോ മച്ച് ഫൺ, സെഡ് എ റെയിൻ ഡ്രോപ്പ്. ഐ ഫീൽ സാഡ്, ഞാൻ എന്താണ് ഭയങ്കര സങ്കടത്തിലാണ്. എന്തിനാണ്? ടു ലീവ് മൈ ന്യൂ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ കൂട്ടുകാരെ വിട്ടു വന്നതിൽ ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. വി ഹാഡ് സോ മച്ച് ഫൺ, ഞങ്ങളുടെ ഇടയിൽ എന്താണ് ഒരുപാട് ഫൺ മൊമെൻറ്റ്സിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഫൺ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സെഡ് എ റെയിൻ ഡ്രോപ്പ്, ഒരു മഴത്തുള്ളി പറയുകയാണ്. ഹേ ഡോണ്ട് ക്രൈ, ഐ കൺസോൾ ഹിം. ഹേ നിങ്ങൾ ഡോണ്ട് ക്രൈ, കരയൊന്നും വേണ്ട, സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഐ കൺസോൾ ഹിം, ഞാൻ അവരെ ആശ്വസിപ്പിച്ചോളാം. വി ഹാവ് ബ്രോഡ് ജോയ് ടു മെനി, എന്താണ്? വി ഹാവ് ബ്രോഡ് ജോയ് ടു മെനി, നമ്മൾ എന്താണ് ഒരുപാട് സന്തോഷം അവർക്ക് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? ലുക്ക്, നോക്കൂ. ദ ഫാമർ ഈസ് ഹാപ്പി, ഫാർമർ എന്ന് പറഞ്ഞാൽ കർഷകനല്ലേ, കർഷകൻ വളരെ ഹാപ്പിയാണ്, ആളെന്താണ് ഭയങ്കര സന്തോഷത്തിലാണ്. ഹിസ് ഫീൽഡ്സ് ആർ ഗ്രീൻ വൺസ് അഗെയിൻ ബിക്കോസ് ഓഫ് ഹാസ്, അദ്ദേഹത്തിൻ്റെ പാടമൊക്കെ, അദ്ദേഹത്തിൻ്റെ വയലൊക്കെ എന്താണ് ഒരിക്കൽ കൂടെ ഗ്രീൻസ് ആയിട്ടുണ്ട് അല്ലേ, വീണ്ടും എന്തായി? നമ്മൾ കാരണം മഴ പ്രതീക്ഷിച്ച് നിന്ന് അവർക്ക് മഴ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തായി? അദ്ദേഹത്തിൻ്റെ പാടമൊക്കെ ഒന്നുകൂടെ, വയലുകളൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഒരിക്കൽ കൂടെ അത് ഗ്രീൻസ് ആയില്ലേ, പച്ച കളറിലേക്ക്, പച്ചയായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്, വന്നു. എന്ത് കാരണം? ബിക്കോസ് ഓഫ് നമ്മൾ കാരണമാണ്. ബൈ നൗ ദ റെയിൻ ഡ്രോപ്സ് ഹാഡ് റീച്ച്ഡ് ദി ക്ലൗഡ്, ബൈ നൗ ഇപ്പോൾ എന്താണ്? ഈ റെയിൻ ഡ്രോപ്സ് ഒക്കെ എവിടെ എത്തി? ഹാഡ് റീച്ച്ഡ് ദ ക്ലൗഡ്, മേഘത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വെൽക്കം ബാക്ക് ആൻഡ് ടേക്ക് റെസ്റ്റ്, സെഡ് ദ ക്ലൗഡ്. അപ്പോൾ എന്താണ്? മേഘത്തിനുള്ളിലേക്ക് എത്തിയപ്പം മേഘം സ്വീകരിക്കുകയാണ് അല്ലേ. വെൽക്കം ബാക്ക്, തിരിച്ച് വന്നോ? അപ്പോൾ വെൽക്കം ബാക്ക്. പിന്നെയോ ആൻഡ് ടേക്ക് റെസ്റ്റ്, തിരിച്ച് വന്നോ നിങ്ങൾക്ക് തിരിച്ച് സ്വാഗതം, നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കൂ എന്നൊക്കെ ആര് പറയാണ്? ക്ലൗഡ്, മേഘം പറയുകയാണ്. വെൻ ഷോൾ വി മീറ്റ് അവർ ഫ്രണ്ട്സ് അഗെയിൻ, വി ആസ്ക്ഡ്. അപ്പോൾ ഈ വി എന്ന് പറഞ്ഞാൽ ഇവിടെ റെയിൻ ഡ്രോപ്സിലെ മഴത്തുള്ളികൾ ചോദിക്കുകയാണ്. വെൻ ഷോൾ വി മീറ്റ് അവർ ഫ്രണ്ട്സ് അഗെയിൻ, ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ആ ഒരു കൂട്ടുകാരെ, പുതിയ കൂട്ടുകാരെയൊക്കെ മീറ്റ് ചെയ്യുമോ? ദ ക്ലൗഡ് റിപ്ലൈഡ്, അത് കേട്ടപ്പോൾ മേഘം പറയുവാണ്. സൂൺ ദ വിൻഡ് വിൽ ബ്ലോ അഗെയിൻ. അപ്പോൾ എന്താ പറയുന്നത്? പെട്ടെന്ന് തന്നെ, ഉടനെ തന്നെ കാറ്റ് വീശി തുടങ്ങും. വിൻ വിൽ ബ്ലോ അഗെയിൻ, കാറ്റൊക്കെ വീശി തുടങ്ങും. യു വിൽ ഹാവ് ന്യൂ അഡ്വെഞ്ചേഴ്സ്, നിങ്ങൾക്ക് ഇനിയും പുതിയ അഡ്വെഞ്ചേഴ്സ്, സാഹസികതകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു റെയിൻ അഗെയിൻ, എന്താണ്? ആ ഒരു കാറ്റ് വീശുന്ന സമയത്ത് ഒരുപാട് അഡ്വെഞ്ചേഴ്സ്, സാഹസികതകളൊക്കെ സംഭവിച്ച്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ച്. വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു റെയിൻ അഗെയിൻ, വീണ്ടും എന്താണ്? മഴയായിട്ട് പെയ്യാം. ആ മഴയിൽ അവർക്ക് എന്താണ്? വീണ്ടും എർത്തിലോട്ട്, ഭൂമിയിലോട്ട് പോവാം അല്ലേ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ക്ലൗഡ് ആ ഒരു റെയിൻ ഡ്രോപ്സിനെ എന്താണ്? അവരെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി വരുന്നത് അല്ലേ. നമ്മുടെ സ്റ്റോറിയുടെ നെയിം എന്തായിരുന്നു? ദ ജേർണി ഓഫ് എ റെയിൻ ഡ്രോപ്പ് എന്നാണ് അല്ലേ. മഴത്തുള്ളിയുടെ ആ ഒരു യാത്രയെക്കുറിച്ചായിരുന്നു. അപ്പം ക്ലൗഡിൽ നിന്ന് എന്താണ്? മഴയായിട്ട് ഭൂമിയിലെത്തി അവിടെ വന്ന ആ ഒരു അഡ്വെഞ്ചറൊക്കെ അവർ എൻജോയ് ചെയ്ത് തിരിച്ചെന്താണ്? പിന്നെയും അവർ മേഘത്തിലേക്ക് തന്നെ എത്തിപ്പെടുകയാണ് അല്ലേ. അപ്പോൾ അവർക്ക് എന്താണ്? ആ ഒരു അഡ്വെഞ്ചർ, ആ ഒരു ജേർണിയിലുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ടുള്ള എൻജോയ്മെൻ്റ് ആയിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു. തിരിച്ചെന്താണ്? അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി അവരെ മുകളിലേക്കായിട്ട്, അതായത് ക്ലൗഡിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭൂമിയിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ ഭയങ്കര സങ്കടമാണ് റെയിൻ ഡ്രോപ്സിന്. അപ്പോൾ അവർ ക്ലൗഡ്സിനോട് തിരിച്ച് പിന്നെയും ചോദിക്കുകയാണ്, ഇനിയും ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ ഇനിയും അഡ്വെഞ്ചേഴ്സ് വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൗഡ് റെയിൻ ഡ്രോപ്സിനോട് പറയുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റോറി വരുന്നത്. കൂട്ടുകാരെല്ലാവരും സ്റ്റോറി നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് സൈഡിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സ് സ്വയം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കഥയുടെ തീമും കാര്യങ്ങളൊക്കെ നന്നാക്കി മനസ്സിലാക്കി വെക്കുക. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.